ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മുടെ ചാനലിൽ കുറച്ചായി ഞാൻ ഇതേപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. മുമ്പ് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണ് ഹെയർ ആക്സസറീസിൻ്റെ മേക്കിങ്ങും ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ. ആദ്യമേ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാനായിട്ട് പറ്റും, നമ്മൾ ഒരുപാട് മോഡൽസ് ഹെയർ ആക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസിൻ്റെ സെയിലും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിടയ്ക്ക് അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ കുറേ മേക്കിങ്ങും പരിപാടികളും അല്ലെങ്കിൽ നമ്മുടെ വീടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെയാണ് പിന്നീട് ഇട്ടുകൊണ്ടിരുന്നത്. പൂർണ്ണമായിട്ടും ഹെയർ ആക്സസറീസ് നിർത്തിയതൊന്നുമല്ല. ഞാൻ എൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് മാറലും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പാലുകാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ മെറ്റീരിയൽസ് ഒന്നും എടുക്കാണ്ടായി. എനിക്ക് വീഡിയോസ് ചെയ്യാനും ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഞാനതൊന്ന് വീഡിയോ ചെയ്യൽ സ്റ്റോപ്പ് ചെയ്തത്. ഹെയർ ആക്സസറീസിൻ്റെ മേക്കിങ്ങും പരിപാടികളൊന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ് ഈ ഒരു ഹെയർ ആക്സസറീസ് മേക്കിംഗ് എന്ന് പറയുന്നത്. അധികം മുതൽ മുടക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്ന സമയത്ത്, വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്ക് കേട്ടോ. ഇതിന് മുമ്പേയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഒത്തിരി മോഡൽസ് ചെയ്തിട്ടിട്ടുണ്ട്. എങ്ങനെയാണത് ചെയ്യേണ്ടത്, എങ്ങനെയാണത് സെയിൽ ചെയ്യേണ്ടത്, എത്ര രൂപയാണ് നമ്മളതിന് വിലയിടേണ്ടത്, എങ്ങനെയാണ് വിലയിടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന മോഡലും ഇതിന് മുന്നേ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം. ഇപ്പം ഞാൻ ഈ ഹെയർ ബോ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് സാറ്റിൻ്റെ 1/2 ഇഞ്ച് റിബൺ വെച്ചിട്ടാണ്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുത്ത് നമ്മൾ ഹെയർ ബോയിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇളകിപ്പോയില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവും. കസ്റ്റമർക്കും അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. എപ്പോഴും ഹെയർ ബോയും കാര്യങ്ങളൊക്കെ നമുക്ക് സെയിലാവുന്നത് ഒന്ന് അതിൻ്റെ മോഡൽ നോക്കിയിട്ടും മറ്റൊന്ന് അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടും ആയിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ വയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഫ്ലവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇളകിപ്പോകുമെന്നായിരിക്കും ആദ്യം ചിന്തിക്കുക അല്ലേ? നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വരുന്ന സാധനം പെട്ടെന്ന് തന്നെ എൻ്റെ പശയൊക്കെ ഇളകി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളിൽ നിന്ന് വാങ്ങിക്കാൻ അവർ മടിക്കും. അതേസമയം നമ്മൾ ഇച്ചിരി ടൈം എടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒട്ടിക്കുവാണെങ്കിലും ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുന്നത് നല്ല കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം, ഇതിൽ നിന്ന് വരുമാനം കിട്ടുമോ, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഹെയർ ബോ സെയിൽ ചെയ്താൽ എന്താണ് നമുക്ക് വരുമാനം കിട്ടുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം നമുക്കൊരു ഹെയർ ബോ സെയിൽ ചെയ്യുമ്പോൾ 10 രൂപയോ 15 രൂപയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടുക. അതിൽ കൂടുതൽ ലാഭം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ അതിൽ കുറവായിരിക്കും നമുക്ക് ലാഭം കിട്ടുക. പക്ഷേ ഒരു ബോ ആയിരിക്കത്തില്ലല്ലോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മൾ പതുക്കെ അതിനെ കൂട്ടി കൊണ്ടുവരുമല്ലോ. അതിനനുസരിച്ചിട്ട് നമ്മുടെ വർക്ക് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ലാഭം കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് ലാഭം കിട്ടുന്നത്, എത്ര രൂപ കിട്ടും എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സെക്ഷൻ നോക്കിയാൽ തന്നെ കിട്ടും. പിന്നെ ഇതിൽ നിന്നും അത്യാവശ്യം നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ ഒരു 100 രൂപയോ 1000 രൂപയോ 10,000 രൂപയോ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അതിനേക്കാൾ കൂടുതൽ പൈസ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹെയർ ആക്സസറീസ് ബിസിനസ്സിൽ നിന്ന് എന്തൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയൊക്കെ എമൗണ്ട് എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് വീട്ടമ്മമാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അവരുടെ കയ്യിൽ കുറച്ചും കൂടി എന്താണ് ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റിച്ചിങ് അറിയണം നിർബന്ധമില്ല, ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കുഞ്ഞുവാവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെയും ഹെയർ ബോയുടെയും അല്ലെങ്കിൽ ക്ലിപ്പുകളുടെയൊക്കെ സെയിൽ നടക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്.
അതുപോലെ തന്നെ ഇനി ഇൻഡിപെൻഡൻസ് ഡേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ ഓണം, ക്രിസ്മസ് ഈ ഒരു ടൈമൊക്കെ ഹെയർ എക്സസറീസ് മേക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അടിപൊളി ടൈമാട്ടോ. സ്കൂളിൽ നിന്ന് നമുക്ക് നല്ല രീതിക്ക് ഓർഡേഴ്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന വർക്കുകൾ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കിറ്റുകൾ കാണിച്ചു തരാം, ഹെയർ എക്സസറീസ് കിറ്റുകൾ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന്, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഓർഡർ എടുക്കാനായിട്ട് പറ്റും. എൻ്റെ മക്കളുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഓർഡർ എടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ലൊരു വരുമാനം നമുക്ക് അതിൽ നിന്ന് നേടാൻ പറ്റും. എപ്പോഴും നമ്മളിടുന്ന കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 200 220 അല്ലെങ്കിൽ 200-ൽ താഴെ കിറ്റുകളൊക്കെ എപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുന്നത്തെ വർഷം ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കിറ്റൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് അത് വാങ്ങിച്ചിട്ട് ഒത്തിരി സെയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇനി ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഹെയർ ബോ എന്ന് ചെറിയൊരു ഫോക്കസ് ഔട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ ബോ നോക്ക് കേട്ടോ. ഇതായിരിക്കും ഫൈനൽ ലുക്ക് കിട്ടുന്നത്. പല കളേഴ്സിൽ നമുക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്.